ജെറമിയ 30:8 നിന്റെ കഴുത്തിലെ നുഖങ്ങളെല്ലാം ഞാൻ തകർക്കും. യേശുക്രിസ്തുവിൻ്റെ അധികാരനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ, ദുഷ്ടാരൂപികളെ, അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരെ, ദുരാത്മാക്കളെ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെയും ഈ സ്ഥലത്തെയും വിട്ടുമാറുക. യേശുവിൻ്റെ നാമത്തിൽ തിന്മയുടെ അരൂപികൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിൻ്റെ മടുപ്പ്, മനസ്സിൻ്റെ തളർച്ച, ശരീരത്തിൻ്റെ തളർച്ച വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ ക്ഷീണം വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ വേദനകൾ, മനസ്സിൻ്റെ വേദനകൾ, രോഗപീഠകൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഉത്കണ്ഠകളും, ഭയങ്ങളും, കുറ്റബോധവും ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരാജയത്തിൻ്റെ ചിന്തകൾ, എതിർ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, തോൽവിയുടെ ചിന്തകൾ, നഷ്ടത്തിൻ്റെ ചിന്തകൾ, ദുഃഖത്തിൻ്റെ ചിന്തകൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരാജയത്തിൻ്റെ, നിരാശയുടെ, ദുഃഖത്തിൻ്റെ ദുരാത്മാവേ എന്നെ വിട്ടുമാറുക. മനസ്സിൻ്റെ മടുപ്പ് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ 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 മനസ്സിൻ്റെ മടുപ്പ് മാറട്ടെ. രണ്ട് കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, പോരാ. ഉണർവോടെ കരം പിടിച്ച്, ശക്തിയോടെ കരം പിടിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ യേശുവിനെ വിളിച്ച്, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ച് സ്തുതിക്കട്ടെ, കർത്താവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, കരമടിച്ച് എല്ലാവരും ശക്തമായിടുന്ന കരമടിച്ച് ആരാധന, ആരാധന, ആരാധന. യേശുവിന്റെ നാമത്തിൽ മനസ്സിന്റെ മടുപ്പ് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ തളർച്ച വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീര ക്ഷീണം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മന്ദത വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അമിതമായ ക്ഷീണം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉറക്കം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അമിത ഉറക്കം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എപ്പോഴും ക്ഷീണം കിടക്കണമെന്നുള്ള തോന്നൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ദുരാത്മാ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കടഭാരങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബ തകർച്ചകൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തകർച്ചകൾ മോചനം പ്രാപിക്കട്ടെ. രണ്ട് കരമുയർത്തി വിളിച്ച യേശുവേ, ശക്തിയോടെ വിളിക്കട്ടെ. അതരം തുറന്ന് വിളിക്കട്ടെ. ഹൃദയം തുറന്ന് വിളിച്ചേ, കണ്ണീരോടെ വിളിച്ചേ, രാജാതിരാജനെ വിളിച്ചേ. യേശുവേ, പോരാ, പോരാ. ശക്തിയോടെ വിളിച്ചേ യേശുവേ, ഉണർവോടെ വിളിച്ചേ യേശുവേ, എൻ്റെ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 32-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം എല്ലാവരും ഒന്ന് ഏറ്റു പറയുക. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന ഒരു ശക്തമായ വചനം ഇതാണ്. വലതുകരമേറ്റി പിടിച്ചേ, കണ്ണുകളടച്ചേ, ഉച്ചത്തിൽ പറഞ്ഞേ, കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ. അവിടുന്ന് എന്റെ അഭയ കേന്ദ്രമാണ്. ഹല്ലേലൂയ. കർത്താവ് എന്റെ അഭയ കേന്ദ്രമാണ്. കഷ്ടത കരകവിഞ്ഞ്
ഒഴുകിയാലും കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് എന്നെ തൊടുകയില്ല. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് എന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. പാപത്തിൽ ദൈവഭക്തർ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ആപത്തിൽ കഷ്ടതയിൽ രോഗങ്ങളിൽ തകർച്ചകളിൽ ഞെരുക്കങ്ങളിൽ പരാജയങ്ങളിൽ ദൈവഭക്തർ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി വിളിച്ച യേശുവേ, യേശു അവനിവിടെയുണ്ട്. യേശു അവനിവിടെയുണ്ട്. ജീവിക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. സർവശക്തൻ ഇവിടെയുണ്ട്. സകല ബന്ധനങ്ങൾ വഴിയട്ടെ, സകല പൈശാചികതകൾ വിട്ടുമാറട്ടെ, നിരാശകൾ വിട്ടുമാറട്ടെ, ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ, പരാജയത്തിന്റെ വിട്ടുമാറട്ടെ, ശരീരത്തിന്റെ ക്ഷീണം വിട്ടുമാറട്ടെ, നിരന്തരമുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ, ശരീരവേദന വിട്ടുമാറട്ടെ, നടുവേദന വിട്ടുമാറട്ടെ, കാൽമുട്ടുവേദന വിട്ടുമാറട്ടെ, പെടൽവേദന വിട്ടുമാറട്ടെ, ഓർമ്മശക്തി മടങ്ങി വരട്ടെ, ഓർമ്മശക്തി മടങ്ങി വരട്ടെ, തലച്ചോർ ഉണരട്ടെ, തലച്ചോർ ഉണരട്ടെ, ഓർമ്മശക്തി മടങ്ങി വരട്ടെ, ഭയം വിട്ടുമാറട്ടെ, നട്ടല് ബലമാവട്ടെ, ശരീരപീഡ വിട്ടുമാറട്ടെ, രോഗങ്ങൾ സൗഖ്യമാവട്ടെ. കരമടിച്ചു സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും ദൈവഭക്തനെ അത് സമീപിക്കുകയില്ല. കരകവിഞ്ഞൊഴുകുന്ന വെള്ളപ്പാച്ചിൽ അതുപോലെ കഷ്ടത നിന്റെ കുടുംബത്തിലേക്ക് വന്നാലും നിന്നെ അത് മുക്കിക്കളയത്തില്ല. കഷ്ടതയോ പരാജയങ്ങളോ സാമ്പത്തിക പ്രതികൂലങ്ങളോ എന്തുമാവട്ടെ, നിന്റെ ജീവിതത്തിൽ എന്തു കടന്നു വന്നാലും അവയൊന്നും നിന്നെ തകർക്കുകയില്ല, നിന്നെ പരാജയപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. ദൈവഭക്തർ, വചനം പറയുന്നു, ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. ആപത്തിലൂടെ, അപകടങ്ങളിലൂടെ, കഷ്ടനഷ്ടങ്ങളിലൂടെ, ഇടുങ്ങിയ വഴികളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആപത്തിൽ അകപ്പെട്ടവർ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് മറുപടി നൽകും. യെശയ്യാ 65:24 പ്രാർത്ഥിച്ചു തീരും മുൻപേ നിനക്ക് ഞാൻ മറുപടി നൽകും. നീ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും മുൻപേ, നിന്റെ പ്രാർത്ഥന തീരും മുൻപേ, നീ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കണം. അവൻ ഇവിടെ വന്നിട്ടുണ്ട്, അവൻ ഇവിടെയുണ്ട്. ഉറപ്പാ, ഇന്ന് നിന്റെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകും. ഒരുപക്ഷെ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉത്തരമില്ല, നാളുകളായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, മറുപടി ലഭിക്കുന്നില്ല. പക്ഷേ ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമെത്തി പിടിച്ചേ. ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. എല്ലാവരും ഉണ്ട്. രണ്ട് കരങ്ങളും നീട്ടി പിടിച്ചേ, ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. എല്ലാ സഹോദരീ സഹോദരങ്ങളും സ്വരമുയർത്തി വിളിച്ചേ, യേശുവേ, 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 എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. യേശുവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. യേശുവേ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, വാ തുറന്ന് പറഞ്ഞേ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ. കർത്താവേ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. പോരാ പോരാ, ശക്തിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം കരമൊന്ന് നീട്ടി പിടിച്ചേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. 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 നിന്നെ ശക്തിപ്പെടുത്തും.
ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. എന്റെ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. എന്റെ വലത്ത് കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഹല്ലേലൂയ. കർത്താവ് ഉറപ്പ് പറയുക, എന്റെ വലത്തു കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. നിന്നെ താങ്ങി നിർത്തുന്ന ഒരു ദൈവം നീ തകർന്നു പോകുവാൻ, പരാജയപ്പെട്ടു പോകുവാൻ, വീണു പോകുവാൻ, നശിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. എന്റെ വലത്തു കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. കഷ്ടതയില് വീട്ടില് അരി വെക്കുവാൻ, ചോറ് വെക്കുവാൻ, അരി വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ കഷ്ടത്തിലൂടെ കടന്നു വന്ന ഒരു ഹൈന്ദവ സഹോദരൻ. കൈകളും ഉയർത്താൻ പ്രയാസം, കഴുത്ത് ഇവിടെ കഴുത്തല്ലുകൾ ഡിസ്കുകളൊക്കെ അകന്നു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കഴുത്തു തിരിക്കത്തില്ല, കോളറൊക്കെ വെച്ചിട്ടുണ്ട്, മൊത്തത്തിൽ വയ്യാത്ത അവസ്ഥയിൽ. നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ സഹോദരന് പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ആ മകന് കഥ സൗഖ്യമാക്കി അനുഭവം ഞാൻ പറയാം. ആ മകനിങ്ങനെ വലിയ സങ്കടപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനൊരു വ്യക്തി ഇങ്ങനെ ലോട്ടറി ടിക്കറ്റൊക്കെ വിൽക്കുന്ന വ്യക്തിയാണ്. അവൻ ലോട്ടറി ടിക്കറ്റ് വെക്കുന്ന ആ വ്യക്തി പറഞ്ഞു കൊടുത്തു, ഇവിടെ അടുത്ത പള്ളിയിൽ ഇങ്ങനെ സാബു ആർദിറ്റ് ബ്രദറിന് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, ആ കൺവെൻഷൻ പോയി കൂടിക്കുക, യേശു പൂർണ്ണമായിട്ട് കഴുത്തിന് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മകന് ആ ധ്യാനത്തിൽ ആ കൺവെൻഷനിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ സൗഖ്യപ്രാർത്ഥന സമിതി അങ്ങോട്ട് ഇങ്ങനെ മുൻഭാഗത്തിരിക്കുന്നുണ്ടോ, ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചു, കോളർ കഴിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അവൻ്റെ കഴുത്ത് നട്ടല് കർത്താവ് സൗഖ്യമാക്കി, കൈകളൊക്കെ പൊക്കി ആ നിമിഷം തന്നെ കർത്താവ് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയസ്പർശിയായിരുന്നു തുടർന്നുള്ള സാക്ഷ്യം. ആ മകൻ്റെ വീട് ശരിക്കും പട്ടിണിയില, കരഞ്ഞുകൊണ്ട് പറയുക, എൻ്റെ കുടുംബം പുലർത്താൻ പണിക്ക് പോകാൻ പോലുമുള്ള ഒരു ആരോഗ്യമോ സാഹചര്യമോ എനിക്കില്ലാത്ത അവസ്ഥ, അത്രമാത്രം രോഗാവസ്ഥയിലായിരുന്നു ആ ക്രൈസ്തവ സഹോദരൻ. നമ്മുടെ കർത്താവിന് മുഖനോട്ടമില്ല. അവൻ സ്നേഹിക്കുന്ന ദൈവമാ, അവൻ കരുതുന്ന ദൈവമാ, അവൻ നമ്മളെ കാണുന്നവനാ. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകള്, നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങള്, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ പ്രയാസങ്ങൾ അവൻ കാണുന്നുണ്ട്. നമ്മുടെ വേദനകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു കർത്താവുണ്ട്. ആ സ്റ്റേജിൽ നിന്ന് കരയുക, ആ നിമിഷം തന്നെ കഴുത്തും കൈകളും ബലം പ്രാപിച്ചു. പൂർണ്ണ സൗഖ്യത്തിലേക്ക് ആ മകൻ കടന്നു വരിക. ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മളെ അറിയുന്ന ഒരു ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെ വസിക്കുന്ന എമ്മാനുവേലായ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. നമ്മുടെ വേദനയും പ്രയാസങ്ങളും കണ്ണുനീരുമൊക്കെ കർത്താവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ചിട്ട് കർത്താവ് പോകത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് അവൻ നിങ്ങളെ എത്തിക്കും. കർത്താവാണ് എൻ്റെ അഭയ സങ്കേതം. അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. അടുത്ത വചനം പറയുക, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ ഉപദേശിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തണം. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. നമ്മുടെ ജീവിത ഭാരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കും. നമ്മുടെ ജീവിത വഴികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കൂട്ടുകാരനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ധാരാളം ആളുകൾ ഉപദേശിക്കാനൊക്കെ ഉണ്ടാവും, അല്ലേ? ഉപദേശം തരാനൊക്കെ ധാരാളം പേര് കാണും. പക്ഷേ നമ്മുടെ ആപത്തിൽ അല്ലെ ഒരു പ്രയാസത്തിൽ നമ്മളെ ഒന്ന് താങ്ങാനോ ശക്തിപ്പെടുത്താനോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? ആരും കാണത്തില്ല, ആരും കാണത്തില്ല. കർത്താവ് മാത്രമേ കാണത്തുള്ളൂ. ഉപദേശിക്കാനും നിർദ്ദേശങ്ങൾ തരാനും ഒക്കെ ആളുകൾ ധാരാളം പേര് കാണും. പക്ഷേ ഒരാവശ്യ സമയത്ത്, ഒരു പ്രതികൂലാവസ്ഥയിൽ കർത്താവിൻ്റെ കരം മാത്രമേ നമ്മളെ താങ്ങാനായിട്ട് ഉണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയും കോവർകഴുതയും പോലെ
ബുദ്ധി ഇല്ലാത്തവൻ ആകരുത്. കുതിരയെ പോലെ, കോവർ കഴുതയെ പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത്. കുതിര ഒരുപക്ഷെ തൻ്റെ ശക്തിയിൽ അഹങ്കരിക്കാം. കുതിരക്കാണല്ലോ കരുത്തും വേഗതയും ഉള്ളത്. കോവർ കഴുതയെ പോലെ, കുതിരയെ പോലെ ബുദ്ധി ഇല്ലാത്തവനായിട്ട് നീ മാറരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. നിന്റെ ജീവിത വഴികളിൽ നിനക്ക് മുൻപേ ഞാൻ പോകാം. കർത്താവ് പറയുക, നിന്റെ കൂടെ ഞാനുണ്ട്, നിനക്ക് മുൻപേ ഞാൻ പോകാം. എൻ്റെ ഉപദേശം നീ സ്വീകരിക്ക്. ഞാൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തരാം, ഞാൻ നിനക്ക് ഉപദേശം പറഞ്ഞു തരാം. ഇത് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഉപദേശങ്ങളിലൊന്നും നമ്മൾ അധികം ആശ്രയിക്കേണ്ട. ഇവിടെ പറയാം, നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധി ഇല്ലാത്തവൻ ആകരുത്. അതായത് നിന്റെ ശക്തിയിൽ, നിന്റെ ബുദ്ധിയിൽ, നിന്റെ കഴിവിൽ നീ ആശ്രയിക്കാനായിട്ട് പാടില്ല. എപ്പോഴും നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവത്തിൽ മാത്രം നീ ആശ്രയിച്ചുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.